അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഈ ഒരു ഫിംഗർ നീറ്റിംഗ് ബാഗ് അതപ്പോൾ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക, നല്ല സൂപ്പർ ഒരു ഐറ്റമാണ്, നല്ലൊരു അടിപൊളി ബാഗാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഈ ബാഗാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയ പല മോഡലിലുള്ള പല ബാഗ്സ് നമുക്ക് ഉണ്ടാക്കി. ഈ ഒരു മോഡല് ഇതും നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സെയിം രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ചില ഡിഫറൻസേ ഉള്ളൂ. അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനൊരു ബണ്ടിലായിട്ടാണ് നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടുക. ജംബോ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് 7 ജംബോ കണ്ടോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 33 മീറ്റർ 300 ഗ്രാമിന് 324 റുപ്പീസാണ്. ഞാൻ ആ പ്രൈസിന് തന്നെ മേടിച്ചത്. ഞാനിത് ഇവിടെ ഒരു ഷോപ്പിൽ പോയി മേടിച്ചത്. ആലുവ ടൈലേഴ്സ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ ഇപ്പോൾ അത്യാവശ്യം ക്രോഷഡ് ഐറ്റംസും യാൺസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയുണ്ട് കളക്ഷനൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചത്. അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. കണ്ടോ, ഈ www.knittinghappiness.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല കളേഴ്സ് ഉണ്ട്. വെബ്സൈറ്റിൽ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് പ്രൈസ് കുറവായിരുന്നു കേട്ടോ. ഈ പ്രൈസ് അല്ല, 325 ഒക്കെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ മേടിക്കാം. അതല്ല, ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്, അവിടെയും പ്രൈസ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടമെന്ന് വെച്ച് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ്. പല കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അതൊക്കെയാണ് യാണിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബാഗ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇത്രയും വലിയൊരു ചങ്കി സാധനമായിട്ടാണ് ഇത് വരുന്നത്. നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. അപ്പോൾ നമുക്കിനി ബാഗിൻ്റെ മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫിംഗർ നിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഹുക്കിന് പകരം നമ്മുടെ ഫിംഗേഴ്സ്, ഈ തമ്പും ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്തിട്ട് നമ്മൾ ലൂപ്സ് എടുക്കും അല്ലേ. ഹുക്ക് വെച്ചിട്ട് എടുക്കുന്ന സെയിം ലൂപ്സ് നമ്മൾ ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മൊത്തം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും ആണ്, ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ സ്ലിപ്പ് നോട്ട് ചെയിൻ സ്റ്റിച്ച് അതിപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എന്താണെന്ന് അറിയണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്രോഷയുടെ ബേസിക്സ് ആണ്, ഏറ്റവും ബേസിക്സ് ആണ്. സ്ലിപ്പ് നോട്ട് ഇടാതെ നമുക്കൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ പറ്റില്ല എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് മേലെ കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് ഇത് കാണുക. ഇപ്പോൾ ഓൾറെഡി ക്രോഷ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് പ്രൊജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. റൈറ്റ് ഹാൻഡിലാണ് ഞാനിവിടെ ഈ ടെയിലിൻ്റെ നമ്മുടെ എൻഡ് പിടിച്ചിട്ടുണ്ട്. വർക്കിംഗ് എന്ന് പറയുന്ന ഈ പാർട്ട് ലെഫ്റ്റ് ഹാൻഡിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഈ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്ന എൻഡിനെ ഇതിൻ്റെ ഇങ്ങനെ അടിയിലൂടെ വെച്ച് കൊടുത്തു കണ്ടോ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അടിയിലൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തൂടെ എടുത്ത് ഈ 2 ഫിംഗർ, ഹുക്കിന് പകരം നമ്മൾ ഇത് ഹുക്കാക്കിക്കൊണ്ട് ഇത് പിടിച്ചിട്ട് വലിക്കുന്നു കണ്ടോ. ഇപ്പം എന്താ കിട്ടിയത് നമുക്ക്? ഇതാണല്ലോ നമ്മുടെ സ്ലിപ്പ് നോട്ട് ഫോം ചെയ്തു അല്ലേ. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഇത് ടൈലെൻഡ് ആണ്, ഇത് വർക്കിംഗ് ആണ്, ഇത് ലൂപ്പാണ് അല്ലേ. അപ്പോൾ ഈ വർക്കിംഗ് യാണ് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. നമ്മുടെ സ്ലിപ്പ് നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പിടിച്ചിങ്ങനെ മൊത്തമായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് അഴിക്കാനും പറ്റും. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇതെങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ അഴിക്കാം എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചെയിൻസ് വർക്ക് ചെയ്യണം. ചെയിൻസ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഫിംഗേഴ്സാണ് ഹുക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രാബ് ചെയ്യുക കണ്ടോ. ഈ ഹോളിലൂടെ അതിൻ്റെ താഴെ ഇരിക്കുന്ന യാണിനെ ഇങ്ങനെ വലിച്ചെടുക്കുക, ഒരു ലൂപ്പ് വലിച്ചെടുക്കുക കണ്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചെയിൻ കിട്ടി. ഇത് സ്ലിപ്പ് നോട്ടാണ്. നെക്സ്റ്റ് 10 ചെയിൻസ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യണ സമയത്ത് ഇത് 1 എന്ന് കൗണ്ട് ചെയ്യരുത്, കാരണം ഇത് സ്ലിപ്പ് നോട്ടാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ട് 10 ചെയിൻസ് ഇങ്ങനെ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1 നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ സൈസ് നമ്മൾ ഇനി നെക്സ്റ്റ് ഇടാൻ പോകുന്ന എല്ലാ ചെയിൻസും സെയിം സൈസിൽ കിട്ടണം. അതിപ്പോൾ എങ്ങനെ അറിയാം? ഇപ്പോൾ ഹുക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലേ. ആ ഹുക്കിൻ്റെ ആ ഒരു സൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു 3 ഫിംഗർ സൈസ് ഫിംഗേഴ്സ് ഇങ്ങനെ കടത്തി വെക്കുക കണ്ടോ. ഈ ഒരു 3 ഫിംഗർ സൈസിനായിരിക്കും ഞാനിവിടെ ചെയിൻസ് ഇട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആ സൈസിന് ഞാനിപ്പോൾ ഇത് സൈസ് ഓക്കെ ആക്കി വെച്ചു ഇതിൻ്റെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നെക്സ്റ്റ് ലൂപ്പ് വലിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിൽ ടൈറ്റ് ചെയ്ത് പിടിക്കണം. അല്ലെങ്കിൽ ഈ അടുത്ത ലൂപ്പ്, അടുത്തത് ഞാനിവിടെ ഇങ്ങനെ വലിക്കുവാണേ.
അടുത്ത ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് മാറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം എന്ന് പറയണത്. നമ്മൾ ഓരോ പുതിയ ചെയിൻസ് ആഡ് ചെയ്യുമ്പോഴും തൊട്ട് പ്രീവിയസിൻ്റെ ബേസിലേക്ക് ഇതിങ്ങനെ ഈ ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് മാറ്റി പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എടുത്തു. ഇനി അതിൻ്റെ സൈസ് കേട്ടോ, സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു, സൈസ് ചെക്ക് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുക, ഈ ഹാൻഡ് കണ്ടോ ഇതിൻ്റെ ബേസിലേക്ക് മാറ്റി പിടിച്ചു. എന്നിട്ടാണ് അടുത്തത് ഞാൻ പുള്ള് ചെയ്യുന്നത്. കണ്ടോ, ഇതിവിടെ ഓൾറെഡി ഇതിൽ കണ്ടോ അവരിങ്ങനെ കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നോട്ട് കിടക്കുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അത് ഹൈഡായി പൊക്കോളും. കണ്ടോ, അതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എടുത്തു കേട്ടോ. അതിൻ്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യുക. 3 ഫിംഗർ ആക്കി. കണ്ടോ, 3 ഫിംഗർ സൈസ് ആക്കി. എന്നിട്ട് ഇത് കൈ ഇങ്ങോട്ട് നീക്കി പിടിക്കണം അടുത്തത് എടുക്കുന്നതിന് മുന്നേ. നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് ലൂപ്പ് വലിച്ചെടുത്തു. അത് ഫിംഗർ വെച്ചിട്ട് സൈസ് നോക്കി. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു സെയിം സൈസ് കിട്ടണം. അത് ചെക്ക് ചെയ്യാനാണ് ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ച് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്രയാണ് വേണ്ടത്, 10 അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസ് ഇതാ നോക്കി അഡ്ജസ്റ്റ് ചെയ്തു. അടുത്തതിൻ്റെ ഫിംഗർ മാറ്റി പിടിച്ചു. ഇത് നമുക്ക് ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ടോ മുകളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് നമുക്കിത് വെച്ച് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചെയ്യുമ്പോൾ ഉള്ള കംഫർട്ട് എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക. കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞു ഇത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ടാണ്. അത് കഴിഞ്ഞ് 10 കിട്ടണം. അപ്പോൾ 1 2 3 4 5 6 ആയി. ഇനി ഒരു 4 എണ്ണം കൂടെ ചെയ്യണം. സൈസ് നോക്കി ഇതിൻ്റെ ബേസിലേക്ക് പിടിച്ചു. ഇപ്പോൾ 7th ഞാൻ ചെയ്തു. കൈ നീക്കി പിടിച്ചു. 8th ചെയ്യണോ, കൈ നീക്കി പിടിച്ചു. 9th സൈസ് നോക്കി. ആൻഡ് ഫൈനലി നമ്മുടെ 10th ചെയിൻ്റെ ഇവിടെ ഇട്ടു. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇത് സ്ലിപ്പ് നോട്ടാണ്. ദെൻ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് റോ ചെയ്യാം. അപ്പോൾ എന്താ ഫസ്റ്റ് റോ ചെയ്തപ്പോൾ ഞാനിത് മൊത്തം കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് റൗണ്ട്സ് എല്ലാം നമ്മൾ ചെയ്യുക ഇതിങ്ങനെ ഈ ടേബിൾ ടോപ്പിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചു. ഇനി ഇതാ ഈ ലാസ്റ്റ് വൺ ഞാനിങ്ങനെ മുകളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ നെക്സ്റ്റ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോവുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോവുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു തൊട്ട് കിടക്കുന്ന ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടല്ല ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്, ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയിൻസിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാക്ക് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ ഈ ബാക്ക് ലൂപ്പിലൂടെ കണ്ടോ ഇങ്ങനെ ഹുക്കിന് പകരം കൈയാണ് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതാ ഒരു ലൂപ്പ് വലിച്ചെടുത്തു. കണ്ടോ, ഇവിടെ ഇനി നമുക്ക് ഇത് കണ്ടോ ഓൾമോസ്റ്റ് അറിയാലോ, ഹൈറ്റ് മനസ്സിലാവും. ഇതിങ്ങനെ സെയിം ഹൈറ്റിന് ഇങ്ങനെ എടുത്ത് പോകാനായിട്ട് നോക്കുക. അതവിടെ വെച്ചു. ഇനി ഇവിടെ ഞാൻ കുറച്ച് യാൺ അയച്ചു വിടട്ടെ. നമ്മുടെ ബണ്ടിൽ നിന്ന് കുറച്ച് യാൺ എടുത്ത് വിടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് വലിക്കാൻ നിന്നാൽ ഇത് അഴിഞ്ഞു പോകും. ഇത് കുറച്ചിങ്ങനെ ഇട്ടേക്കുക, എക്സ്ട്രാ ഇട്ടേക്കുക. ഇനി നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. അടുത്തതിൻ്റെ ടോപ്പ് ലൂപ്പിലൂടെ സെയിം വലിച്ചെടുക്കുക. കണ്ടോ, ഫസ്റ്റ് ആ ഒരു ചെയിൻ ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ് നെക്സ്റ്റ് റൗണ്ട്സ് വർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ഭയങ്കര സുഖമാണ് ഈ വർക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മളിത് ഭയങ്കര സോഫ്റ്റ് യാണാണ്. മറ്റേ നമ്മൾ ഹുക്ക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ യാണിൻ്റെ കറക്റ്റ് ആ ഒരു ഫീല് കിട്ടില്ലല്ലോ. ഇത് നമ്മൾ ഓരോന്നും ഇങ്ങനെ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തല്ലേ ചെയ്യുന്നത്. അപ്പം നല്ല റിലാക്സിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ 4th ചെയ്തു. ഇനി ഇങ്ങനെ ഈ ബാക്കിയുള്ളതിൽ കൂടെ എല്ലാത്തിലും കൂടെ ഇങ്ങനെ ഓരോ ലൂപ്സായിട്ട് വലിച്ചെടുത്ത് ഇങ്ങനെ വെക്കുക. എല്ലാം ഓൾമോസ്റ്റ് സെയിം ഹൈറ്റിൽ എടുക്കാനുമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഞാൻ നോർമൽ സ്പീഡിലാണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ സെയിം സ്റ്റിച്ചിൻ്റെ റിപ്പീറ്റേഷൻ കുറച്ച് സ്പീഡ് കൂടിയിട്ട് കാണിച്ചപ്പോൾ വീഡിയോ സ്പീഡായിപ്പോയെന്നൊരു കംപ്ലൈൻറ്റ് കേട്ടു. അപ്പോൾ അത് കാരണം ഇതിങ്ങനെ നോർമൽ സ്പീഡിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ദാ നമ്മുടെ ലാസ്റ്റ് ഈ ഒരു സ്പേസ് ഇവിടെയും കൂടെ ഇടണം, സ്ലിപ്പ് നോട്ടിൻ്റെ അവിടെ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. കണ്ടോ,
അപ്പോൾ നമുക്ക് മേലെ നെക്സ്റ്റ് റോ ചെയ്തപ്പോഴും 10 തന്നെ കിട്ടി ഈ കൗണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങോട്ട് വർക്ക് ചെയ്യണം അല്ലേ, അതായത് ഈ ഭാഗം വർക്ക് ചെയ്യണം. ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തു, ഇനി ഫ്രണ്ട് ലൂപ്പിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇത് നേരെ ഇങ്ങനെ തിരിക്കുക കേട്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഈ ടെയിൽ എൻഡ് ഇതിങ്ങനെ ഇവിടെ കിടന്നോട്ടെ. ഇനി നെക്സ്റ്റ് റോ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയെന്നുണ്ടെങ്കിൽ, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, ഇതാണല്ലോ 10th ലൂപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലായിരിക്കണം, ആ 10th നമ്മൾ നെക്സ്റ്റ് ലൂപ്പ് എടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ എടുക്കുക. ഇനി എന്താ, നമ്മൾ ഈ സൈഡ് ചെയ്ത സെയിം പരിപാടി ഈ ഓരോ ചെയിൻസിൻ്റെ ലൂപ്പിലൂടെയും നമ്മളിങ്ങനെ പുതിയ പുതിയ ലൂപ്സ് വലിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു പ്രൊജക്റ്റാണ്. ക്രോഷേ ചെയ്യുമ്പോൾ ഒരു ഫീലേ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 4 ലൂപ്സ് എടുത്തിട്ടുണ്ട്. ഇത് സെയിം ഹൈറ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി ബാക്കിയും കൂടെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ഓരോ ലൂപ്സായിട്ട് വലിച്ചു കൊടുക്കുക, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇതിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം മുകളിലേക്ക്, എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് വെച്ച് ഇങ്ങനെ പുൾ ചെയ്താൽ മതി. അത് നമുക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായല്ലോ. പിന്നെ അത് നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്യുന്ന ഒരു രീതിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. അത് നമ്മുടെ ഓരോരുത്തരും ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഹാൻഡ്സ് അതിനനുസരിച്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇത് എടുത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ സൈസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഏറ്റവും ബേസ് ചെയിൻ ഇടുന്നതിൻ്റെ ആ ഒരു സൈസും ഈ ഓരോ ലൂപ്സ് വലിച്ചെടുക്കുമല്ലോ അതിൻ്റെയും സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഒരേ സൈസിൽ നിൽക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് നീറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇത് ഞാൻ ഈ അറ്റം വരെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. അതും 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. അതിനായിട്ട് ഇത് നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഈ നിൽക്കുന്ന ഓരോ ലൂപ്പിൻ്റെ അകത്തൂടെയും പുതിയ ലൂപ്പ് വലിച്ചെടുക്കുക. അതിങ്ങനെ ഇവിടെ വരും, ഇവിടെ നിന്ന് തിരിച്ചിത് ചെയ്യും. അങ്ങനെ റൗണ്ട് പോയിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇതിങ്ങനെ എടുക്കുക. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട്, ഇതിനെ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റും വെച്ചിട്ട് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ഈ ഒരു രീതിക്ക് ചെയ്ത് പോവരുത്. അത് ബ്ലാങ്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മളിപ്പോൾ ഇത് ബാഗല്ലേ ചെയ്യേണ്ടത്, റൗണ്ട് ഷേപ്പിൽ കിട്ടണ്ടേ. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണം ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പോലെ വേണം ചെയ്യാനായിട്ട്. അതായത് ഇതിങ്ങനെ വെക്കാതെ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ ഈ ആൺ. അപ്പോൾ ഇത് എവിടെ വെക്കണോ അനുസരിച്ചിരിക്കും ഇത് വർക്ക് ചെയ്യുന്ന നെക്സ്റ്റ് ലൂപ്പ് എടുക്കുന്നതിന് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലൂപ്പ് ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ബേസിക്കലി പറഞ്ഞാൽ ഇത് രണ്ടും ക്ലോസ് ആയിട്ട് നിൽക്കണം എന്നർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ആ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മളിതിങ്ങനെ കണ്ടോ ഇങ്ങനെ സെയിം ഹൈറ്റ് വരുന്ന പോലെ നേരത്തെ ചെയ്ത അതേപോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതാ നെക്സ്റ്റ് എടുത്തു. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഓരോ ലൂപ്പിലും വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഇവിടെ പറഞ്ഞ സെയിം കാര്യമാണ്. ഇതിനെ നേരെ ഇങ്ങനെ താഴത്തോട്ടേക്ക് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കാതെ ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും നടുവിലായിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പുതിയ ലൂപ്പ് എടുക്കാൻ. അതായത് ഇപ്പോൾ ബാഗ് നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി, ഇതിപ്പോൾ ഔട്ട് സൈഡാണ്, ഇതായിരിക്കും ഇൻസൈഡ് വരിക. അപ്പോൾ ഇങ്ങനെയല്ലേ ഫോൾഡ് ചെയ്ത് ബാഗിൻ്റെ ബേസാണ് വരിക. അപ്പോൾ ഇത് രണ്ടും സൈഡ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വെക്കരുതെന്ന് നോക്കൂ. നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ നടുക്കൊരു ഗ്യാപ്പ് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം എന്താ, ഇതിങ്ങനെ നടുവിലേക്ക് വരണം. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇത് ഒരു നമ്മുടെ ബാഗിൻ്റെ സൈഡായിട്ട് നിന്നോളും. അതല്ല നിങ്ങൾ നേരെ താഴത്തേക്ക് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, ഇവിടെ ഗ്യാപ്പ് വീഴും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ലൂപ്പ് ഇതിൻ്റെ അകത്തേക്ക് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഇതിന് ക്ലോസ് ആയിട്ട് നിൽക്കണം. അതാണ് പറഞ്ഞത് ബേസിക്കലി. അപ്പോൾ ഇതാ ഇങ്ങനെ നെക്സ്റ്റ് ഞാൻ വർക്ക് ചെയ്യാണ്. കണ്ടോ, ഇതിങ്ങനെ മൂന്നും ക്ലോസ് ആയിട്ട് ഇങ്ങനെ പൊക്കോളും, കുഴപ്പമില്ല.
നമുക്ക് അടുത്തയിലേക്ക് വർക്ക് ചെയ്യാം. ഇനി എന്താ, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വരണം, ഇങ്ങനെ നിൽക്കരുത്. ഇതിനെ നേരെ ഇങ്ങനെ വെക്കുക. ഇത് ക്ലോസ് ആയിട്ട് വരുന്ന പോലെ, അതായത് ഇതിങ്ങനെ നടുവിലേക്ക് വെച്ച്, നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്, ഈ രണ്ടെണ്ണത്തിൻ്റെയും നടുക്കിലേക്കായി വെച്ച് ചെയ്താൽ മതി. വർക്ക് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ ഓരോരോ റോസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കാണ് കേട്ടോ. നല്ല റിലാക്സിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രൊജക്റ്റാണ്. വീണ്ടും എന്താ ചെയ്യേണ്ടത്, റൊട്ടേറ്റ് ചെയ്യുക. സെയിം ഇതിനിങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ വേറെ ഒന്നുമില്ല, എത്രത്തോളം ഹൈറ്റ് നമ്മുടെ ബാഗിന് വേണോ, അതായത് ഹൈറ്റ് നോക്കുക. എങ്ങനെ ഇതിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്യുക കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ഒരു ഹൈറ്റ് ആയിട്ടേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു ഹൈറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ഹൈറ്റ് നമ്മുടെ ബാഗിന് വേണോ അത്രത്തോളം നമ്മൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു എൻഡ് വരെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഇനി ബാക്കി ലാസ്റ്റ് റോ എത്തിയിട്ടായിരിക്കും നിങ്ങളെ കാണിച്ചു തരിക. അപ്പോൾ അതായത് ഈ സെയിം പ്രോസസ്സാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ ഈ ചെയ്ത സെയിം ഇതൊന്ന് അടുപ്പിച്ച് വെക്കുക. സെയിം റിപ്പീറ്റേഷനാണ്. അപ്പോൾ കുറേ റോസ് വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. ഈ സെയിം പ്രോസസ്സ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എത്രത്തോളം ഹൈറ്റ് നിങ്ങൾക്ക് വേണോ അത്രത്തോളം ഈ സെയിം വർക്ക് റിപ്പീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഇത് വീഡിയോയിൽ കൊള്ളാതെയാവും. കണ്ടോ, ഇപ്പം തന്നെ ഓൾമോസ്റ്റ് കവർ ചെയ്തല്ലോ. അപ്പോൾ അതങ്ങനെ നമ്മളിവിടെ ലാസ്റ്റ് എത്തി. ഇനി എന്താ, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. ഇനി സെയിം പ്രോസസ്സ് റൗണ്ട് ബൈ റൗണ്ട് ചെയ്യുക. അപ്പം നമ്മുടെ ബാഗിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഹൈറ്റ് നിങ്ങൾക്ക് വേണോ ആ ഒരു ഹൈറ്റ് എത്തുന്നവരെ ഈ സെയിം സംഭവം ചെയ്യുക. അപ്പോൾ അതായത് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് അറിയാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റേ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാഗിന് എത്രത്തോളം ഹൈറ്റ് വേണം അത്രത്തോളം ഹൈറ്റ് എത്തുന്നവരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യാം. അതെങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തല്ലേ, അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ വരുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. കണ്ടോ, ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ച് ചെയ്യണം പറഞ്ഞ ഇതുകൊണ്ടാണ്. കണ്ടോ, സൈഡ് ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് ലൂപ്പ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ നമുക്ക് അടുത്ത ലൂപ്പ് ഇങ്ങനെ ഇതിലൂടെ വലിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ അടുത്ത ലൂപ്പ് ഇതാണ്, അതിലൂടെ എടുക്കുക. അടുത്തത് ഇങ്ങനെയും വർക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട്, കണ്ടോ, ഒരു ബാഗിന്റെ ഷേപ്പിൽ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു റൗണ്ട് മുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരിക. ഇങ്ങനെയും കൂടെ ഞാനൊരു 2 റോസും കൂടെ കാണിച്ചു തരാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാകണ്ട ആ ഒരു പാറ്റേൺ ഒക്കെ ഈ ഒരു റൗണ്ടൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്ത് വന്ന ആ ഒരു പാറ്റേൺ എങ്ങനെ ഫോം ആവണം എന്നുള്ളത്. ഇതാ കണ്ടോ, ഇതാ നമ്മുടെ നെക്സ്റ്റ് ലൂപ്പ് കൂടെ കിടപ്പുണ്ട്, ഇവിടെ ഉണ്ട്. അതിലൂടെ പുതിയ ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് ക്ലോസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ ലൂപ്പ് എടുത്തു. എന്നിട്ട് ഇനി ബാലൻസ് ഉള്ള ലൂപ്സിലൂടെ ഇങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുക. ഇനിതാ
ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി, അടുത്ത ലൂപ്പ് ഇവിടെ ഉണ്ടാവും. കണ്ടോ, ഇതാണ് നമ്മുടെ ബാഗിന്റെ സൈഡ് അപ്പോൾ വരിക കേട്ടോ. ഇതാ, ഇനി നമ്മൾ അടുത്ത സൈഡായി ലൂപ്സ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചധികം നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേനും ഇതിങ്ങനെ കണ്ടോ, നമുക്ക് പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇത് ഫോൾഡ് ചെയ്യുമ്പോഴും ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷേ പിന്നെ ഈ ഒരു ഷേപ്പിൽ ആയി വരുന്തോറും, ഹൈറ്റ് കൂടി വരുന്തോറും ഇത് കംഫർട്ടബിൾ ആയിക്കോളും, കുഴപ്പമില്ല. കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായില്ലേ, സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ സെയിം പ്രോസസ്സ്, നമ്മൾ ഈ ചെയ്ത് വന്ന സെയിം പ്രോസസ്സ് ഇതിന് എത്രത്തോളം ഹൈറ്റ് വേണോ അത്രത്തോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുകയാണ്. അതായത് ഇനി സെയിം റിപ്പറ്റീഷനാണ് ഈ ഓരോ റൗണ്ടും. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത് വന്ന പോലെ ഇതിൻ്റെ അറൗണ്ട് ഇങ്ങനെ ഓരോ റൗണ്ട്സായി ആഡ് ചെയ്ത് എത്ര ഹൈറ്റ് വേണോ ആ ഒരു ഹൈറ്റ് വരെ നമ്മൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്കത് കഴിഞ്ഞിട്ടുള്ള ഭാഗം കാണാം. അപ്പോൾ ഞാൻ 9 റോസ് എത്തിയപ്പോൾ ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ചെയ്തിരിക്കുന്ന റോസ് 9 ആണ്. അപ്പോൾ ഈ 9 റോസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിലുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡയമെൻഷൻ ഒന്ന് പറഞ്ഞുതരാം. കണ്ടോ, വിഡ്ത്ത് ഒരു 34 സെൻറ്റിമീറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഹൈറ്റ് ഒരു 28-29 എന്ന് പറയാം. ആ ഒരു ഇതിൽ സൈസിലാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് റോ ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റ് റോ നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ സെയിം നമ്മൾ ഇതുവരെ ചെയ്ത് വന്ന ഈ ഒരു സൈസ് ഉണ്ടല്ലോ, ഈ ഒരു സെയിം സൈസിൽ ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഇത് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് നോക്കിക്കോളൂ, ഞാൻ ദാ നെക്സ്റ്റ് എടുക്കുകയാണ്. നെക്സ്റ്റ് ലൂപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയണേ ഇതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റിനാണ് ചെയ്യുന്നത്. അതായത് കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ 2 റോയുടെ ഹൈറ്റ് വരുന്ന പോലെയായിരിക്കും ഈ ലാസ്റ്റ് റോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ചെയ്യാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അല്ലെങ്കിൽ സെയിം സൈസിനായാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ ലാസ്റ്റ് റോ ആയതുകൊണ്ട് അത് കുറച്ച് സൈസ് കൂടുതൽ കിട്ടാൻ കണ്ടോ, ഈ ഒരു ഡബിൾ ഹൈറ്റിനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് റോയിൽ ചെയ്യുന്ന എല്ലാം ഈ ഒരു ഡബിൾ ഹൈറ്റിനായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും കണ്ടോ ഇതിങ്ങനെ പിരിഞ്ഞ് കിടക്കുവേ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ലാസ്റ്റ് റോ ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. റോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഫിനിഷിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഈ ബാക്കിയുള്ള ഈ ഒരു ബണ്ടിലുണ്ടല്ലോ അത് മൊത്തം ഞാനിങ്ങ് അഴിച്ചെടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അപ്പോൾ കറക്റ്റ് ഹാൻഡിലൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കി ഒരു കംഫർട്ടബിൾ ഇത് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനാണ് ഇഷ്ടം. നമ്മളൊരു യാണിപ്പോൾ റാൻഡമായിട്ട് കട്ട് ചെയ്ത് പിന്നെ അത് ചെയ്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെങ്ത്തല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഇതിൻ്റെ യാണിൻ്റെ മറ്റേ എൻഡ് എനിക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ദാ ഈ എൻഡ് എനിക്ക് കിട്ടി.
ഇനി ആ എൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റ് എടുത്തേക്കുന്ന ഈ ലൂപ്സ് ഇല്ലേ, നമ്മുടെ ലാസ്റ്റ് റോ അതിൽ കൂടെ ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇങ്ങനെ ഇത് ഇങ്ങനെ ഫ്രണ്ടിലൂടെ എടുക്കല്ല ചെയ്യേണ്ടത്, ബാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്തൂടെ ഞാൻ എടുത്തു, രണ്ടാമത്തേതിൻ്റെ ബാക്കിലൂടെ എടുക്കുക, മൂന്നാമത്തേതിൻ്റെ ബാക്കിലൂടെ എടുക്കുക, അങ്ങനെ കൊണ്ടുവരണം. ഇത് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഈ ലെങ്ത്ത് മൊത്തമായിട്ട് ഇതിൻ്റെ അകത്തൂടെ പുൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പണിയാണ്, എങ്കിലും ഓക്കെയാണത്, പ്രശ്നമുള്ള കാര്യമല്ല. കുറച്ച് സമയം എടുത്താലും നമുക്ക് ഹാൻഡിൽ കംഫർട്ടബിളായിട്ട് വേണ്ട ലെങ്ത്തിന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ എടുക്കുക കേട്ടോ, ഇത് പുൾ ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കും, കുറച്ചധികം ലെങ്ത്ത് എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പുൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ 3 ലൂപ്സിലൂടെ ഞാൻ എടുത്തു, ഇതേപോലെ ബാക്കിയുള്ളതിലും കൂടെ എടുക്കുക. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതങ്ങനെ ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് പുള്ള് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ എല്ലാ ലൂപ്പിൻ്റെ അകത്തൂടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ലൂപ്പ് അല്ലേ, ഇതിപ്പോൾ ലാസ്റ്റ് എൻഡ് ചെയ്ത ലൂപ്പ്. ഇനി ഇതാ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഹോള് കാണാം. അതായത് ഇത് ഫസ്റ്റ് ലൂപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഹോള് പോലെ കണ്ടു. ഇവിടെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ലൂപ്പിൽ എൻഡ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതിലെയാണ് നമ്മുടെ ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതിലെ ഇങ്ങനെ ഒരു ലൂപ്പ് ടോപ്പിലേക്ക് പൊക്കിയെടുക്കാം. അപ്പോൾ അത് ഹാൻഡിലിൻ്റെ ഫസ്റ്റ് ലൂപ്പ് ഞാൻ എടുത്തു. ഇനി നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ് ചെയ്തില്ലേ, ബേസ് ചെയിൻസ് ഇട്ടില്ലേ, അതുപോലെ ചെയിൻസ് ഇട്ട് പോവുക. അതാണ് ഹാൻഡിലിൻ്റെ വർക്ക് വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കുറച്ച് ടൈറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ചെറിയ ചെറിയ ലൂപ്സ് എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഓൾറെഡി വെയിറ്റ് വരുമ്പോൾ ഒരു സ്ട്രെച്ചിങ് വരുമല്ലോ ഹാൻഡിൽ, അപ്പോൾ ഇത് ഓൾറെഡി അങ്ങനെ വല്ലാണ്ട് വലിഞ്ഞു നിൽക്കും. ലൂസ് ചെയിൻസ് ആണെന്നുണ്ടെങ്കിൽ വലിഞ്ഞു നിന്ന് ഹോൾസ് കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കുറച്ച് ടൈറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഈ സെയിം ഈ പറഞ്ഞ പോലെ ചെയിൻസ് ഇട്ട് പോകാം. നമുക്ക് വേണ്ട ആ ഒരു ലെങ്ത്ത്, ഹാൻഡിലിന് എത്രത്തോളം ലെങ്ത്ത് വേണം അത് ഈ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറുമല്ലോ. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് എത്തുന്നത് വരെ നമുക്കിതിങ്ങനെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു ലെങ്ത്ത് എനിക്ക് മതി ഇപ്പോൾ, അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത്, അപ്പോൾ എൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടെന്ന് ഒന്ന് മെഷർ ചെയ്ത് പറയാം. ഓൾമോസ്റ്റ് 70 സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ഹാൻഡിലിൻ്റെ ലെങ്ത്ത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 70 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിങ്ങോട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് എടുക്കുക. സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണാം. നമുക്ക് അങ്ങോട്ടേക്കാണ് ഇത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേണ്ടുന്ന ലെങ്ത്ത് കിട്ടിയല്ലോ. ഇനി നമുക്കിത് എന്താ വേണ്ട, ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു ചെറിയ ലെങ്ത്ത് ലീവ് ചെയ്തിട്ട്, ഇതിവിടെ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ലെങ്ത്ത് ലീവ് ചെയ്തിട്ട് നമുക്കിവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് ഈ ബാഗ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ബണ്ടിൽ ഇതാ ഇത്രയും കൂടെയാണ് നമുക്ക് ബാക്കിയുണ്ട്. ചെറിയ പ്രൊജക്ട്സ് എന്തെങ്കിലും ചെയ്യാം. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ഇതിലും സൈസ് കൂടിയൊരു ബാഗാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ സാധാ എങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ലൂപ്പിൻ്റെ അകത്തൂടെ ഈ എൻഡിനെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ ഇനി ഊരിപ്പോരില്ലല്ലോ. ഇനി നമുക്ക് ഇതാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ടേക്ക്. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യുക. അതായത് ഈ കണ്ടോ, ഇതിനെങ്ങനെ അടിയിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ തന്നെ തിരിച്ചെടുക്കുക. ഇങ്ങനെ
എന്നിട്ട് ടൈറ്റ് ചെയ്യാം. കണ്ടോ, അത് സെക്യൂറായിട്ട് ഇവിടെ അറ്റാച്ചായി. ഇനി ഇത് ഒന്നും കൂടെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ട് കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാധാ ക്രോഷ്യ പ്രൊജക്ട്സിൽ ബാക്കി യാൺ വരുമ്പോൾ നമ്മൾ അകത്തേക്ക് വീവൻ ചെയ്ത് കൊടുക്കില്ലേ, അതേപോലെ ഇതിൻ്റെ അകത്തേക്ക് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കി യാണാണ്, അപ്പോൾ അതങ്ങനെ കാണത്തും അറിയത്തൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ അകത്തേക്കാക്കി വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് അകത്തേക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, നമ്മുടെ അടിപൊളി ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹാൻഡിൽ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരു സംഭവം കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇനി ഞാൻ എന്താ വേറൊരു മോഡൽ ബാഗ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഈ കാണിച്ചില്ലേ, തൊട്ട് മുന്നേ നമ്മളൊരു മേക്കിംഗ് പഠിച്ചല്ലോ, ആ സെയിം സ്റ്റിച്ചസും സെയിം രീതിക്ക് ഉണ്ടാക്കിയെടുത്തൊരു ബാഗാണിത്. ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും. ഈ സ്റ്റിച്ചസ് കണ്ടോ, സ്റ്റിച്ചസിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല അല്ലേ. അതായത് ആ ബേസ് ചെയിൻസ് ഇട്ടത് നമ്മൾ ഇതിൽ ഇപ്പോൾ പഠിച്ചത് എങ്ങനെയാണ്, 3 ഫിംഗർ ഗ്യാപ്പിനല്ലേ, അതൊരു 1 ഫിംഗറോ 2 ഫിംഗറോ ആക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അതായത് ആ ബേസ് ചെയിനിൻ്റെ തന്നെ സൈസ് കുറച്ചിടുക. അത് കഴിഞ്ഞ് ലൂപ്സ് എടുക്കുമല്ലോ, ലൂപ്സ് എടുക്കുമ്പോഴും നല്ല ടൈറ്റ് ചെയ്ത് എടുക്കുക. ഞാനിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചത് കുറച്ച് ലൂസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് ചെയ്താൽ നമുക്ക് പാടാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ചെയ്യുന്ന പോലെയാണ് കാണിച്ചത്. അങ്ങനെ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സെയിം ഞാൻ തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ഒന്ന് ടൈ ചെയ്യലൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്കത് അഴിക്കാം അല്ലേ. ക്രോഷി ചെയ്യുമ്പോൾ അഴിക്കുന്ന പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടല്ലോ, ജസ്റ്റ് അത് യാണങ്ങ് പുള്ള് ചെയ്തത് മൊത്തം അഴിഞ്ഞു പോരും. അപ്പോൾ അഴിച്ചിട്ട് ഒട്ടും തന്നെ യാൺ ഡാമേജ് ആവാതെ നിങ്ങൾക്ക് ഈ മോഡലാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സെക്കൻഡ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈസ് കുറച്ച് ആ ലൂപ്സ് എടുക്കുമല്ലോ, അത് നല്ല സൈസ് കുറച്ച് ചെറിയ ലൂപ്സ് ആക്കിയിട്ട് എടുത്ത് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല സ്റ്റിച്ചസ് കിട്ടും. പിന്നെ ഈ ടോപ്പ് ലൂപ്പ് കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അല്ലേ, കുറച്ച് നീട്ടി ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യുന്നത്, അതുപോലെ ഇത് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹാൻഡിൽ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇത് എൻ്റെ കയ്യിലുള്ളൊരു യാണാണ്. ആമസോണിൽ നിന്ന് മേടിച്ച ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മൾട്ടി കളർ നല്ല രസമുള്ള യാണാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനൊരു വർക്ക് സിമ്പിളായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ ഡബിൾ ലെയറിൽ എടുത്തു. ഡബിൾ ലെയറാക്കി എടുത്തിട്ട് നമ്മുടെ ഈ ഹാൻഡിൻ്റെ ഈ സൈഡിൽ കാണിച്ചിട്ട് ഈ ഹോൾസ് ഇല്ലേ, അതായത് ഈ ഹോളിൽ കൂടെ നമ്മളിങ്ങനെ എടുക്കുക, ഈ ഹോളിൽ കൂടെ അകത്തേക്ക് കൊടുക്കുക, താഴത്തേക്ക്, പിന്നെ അടുത്ത് മേലെ കൂടെ എടുക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഡാണിങ് നീഡിലുണ്ട് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൽ യാൺ കയറുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. കണ്ടു, ത്രൂ ഔട്ട് ഇങ്ങനെ 1 by 1 ഇങ്ങനെ കയറ്റി ഇറക്കി എടുത്തു. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് വന്നപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ ആ ഒരു ബോവനൊക്കെ കെട്ടുന്ന പോലെ കണ്ടോ, ഇങ്ങനെ കെട്ടിക്കൊടുത്തു. അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഐറ്റം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് പിക്സ് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ എക്സ്ട്രാ എന്തെങ്കിലും ക്രോഷ്യ ചെയ്തിട്ട് വല്ല ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്കിപ്പോൾ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വേറെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിന് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യുക, ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുക. എന്നിട്ട് എനിക്ക് ഇൻസ്റ്റയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇമേജസ് ഫോട്ടോസ് നിങ്ങൾ ചെയ്യുന്ന വർക്ക്സിൻ്റെ ഷെയർ ചെയ്യുക. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പ്രൊജക്റ്റായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല പ്രൊജക്റ്റായിട്ട് വീണ്ടും കാണാം. ഇനിയും ഇതുപോലുള്ള ഫിംഗർ നിറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഫിംഗർ നിറ്റിങ്ങിൽ ഈ കാറ്റഗറിയിൽ എന്തൊക്കെ പ്രൊജക്ട്സാണ് വേണ്ടത്, പഠിക്കാനായിട്ട് ആഗ്രഹം എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.